ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ ലിവർ വരട്ടിയത് ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ചിക്കൻ്റെ ലിവർ എങ്ങനെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വരട്ടാമെന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലിവർ വരട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം ഒന്ന് സോഫ്റ്റായി നല്ലോണം ഒന്ന് പൊട്ടി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 3 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തും ഒരു 4 പച്ചമുളകും കൂടെ ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇതേപോലെ നല്ല നീളത്തിൽ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനിത് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ ഒരു 1.5 കഷ്ണമൊക്കെ മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ എത്രത്തോളം വാട്ടി കിട്ടുന്നു അത്രത്തോളം നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 500 ഗ്രാം ലിവറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ തക്കാളിയൊക്കെ ചേർത്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടതും കുരുമുളക് പൊടിൻ്റെതാണ്. ബാക്കിയൊക്കെ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മസാലേൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലോണം ഇത് വാട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് ലിവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലിവർ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കതിപ്പോൾ നിങ്ങളിഷ്ടം പോലെ ഒന്നായിട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസസ് ആണെങ്കിൽ അങ്ങനെ ആക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് മസാലയായിട്ട് നല്ലോണം മിക്സായി വരുന്നവരെ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ മസാലയും നല്ലോണം മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ല നല്ല വരട്ടിയതുപോലാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പം ഞാൻ ആദ്യത്തെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തേക്ക് എന്നിട്ട് ഞാനിത് അടിച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേവിക്കുന്ന ടൈമിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പോൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അടിച്ച് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയിലേക്ക് ആയി കിട്ടും. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം ഇതായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മല്ലിയിലല്ലേ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വീണ്ടും ഞാൻ അടിച്ച് വെക്കാണ്. അപ്പം എനിക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അപ്പം കുറച്ചുകൂടി ടൈറ്റായി കിട്ടണം. അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ നേരം അടിച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി വീണ്ടും ചേർത്തെടുത്തിട്ട് നമ്മളവിടെ അടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലിവർ വരട്ടി ഇവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലോണം തന്നെ കുറുകി സെറ്റായിക്കോളും കേട്ടോ. നമ്മൾ ചൂട് തണിയുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മളെ ലിവർ വരട്ടി നല്ല സെറ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര തന്നെ എനിക്കൊരു ഗ്രേവി വേണം എന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്ത്. നിങ്ങൾക്ക് നല്ലോണം വരട്ടിയത് തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ സമയം അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് വെച്ചിട്ട് നമ്മളിത് വരട്ടിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താക്കുക, കുറച്ച് വെള്ളം ചേർക്കുന്നത് കുറച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം അധികമായി പോയി എന്നുള്ള പേടിക്കൊന്നും വേണ്ട. നമ്മൾ കുറച്ച് നേരം ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചെടുത്താൽ നമുക്ക് നല്ല വരട്ടി നല്ല തിക്കി തന്നെ ഇതായി കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്ത് കിട്ടോ. നല്ല ടേസ്റ്റാണ് ലിവർ വരട്ടിയത്. മറ്റേ പൊരിച്ച പത്തിരിൻ്റെ ഒപ്പരോ പൊറാട്ടൻ്റെ ഒപ്പരമൊക്കെ കഴിക്കാൻ നല്ല തിക്കായി കിടക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്.
ലിവർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ വാങ്ങുന്ന ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഒരു പ്രാവശ്യം ലിവർ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ ചിക്കൻ കറീനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വരട്ടിയിട്ട് ടൈറ്റായിട്ട് കഴിക്കാൻ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.